ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ മോളിക്കുട്ടിയുടെ ഓട്ടോയ്ക്ക് മുന്നിലേക്ക് മാണിക്കുഞ്ഞ് വണ്ടി കൊണ്ടു നിർത്തിയതും ദേഷ്യത്തോടെ മോളിക്കുട്ടി ചാടിയിറങ്ങി. ആർറാ അത് എന്ന് ബഹളം വെച്ച് ചോദിക്കുമ്പോഴേക്കും ഇത് കണ്ട മാണിക്കുഞ്ഞും ആർറാ എന്ന് തിരിച്ചു ചോദിച്ചു. ഓട്ടോയിൽ നിന്ന് ഇറങ്ങി വന്ന മോളിക്കുട്ടിയെ കണ്ടപ്പോഴാണ് മാണിക്കുഞ്ഞ് അതിശയത്തോടെ നവീനോട് പറഞ്ഞത്, സാറേ അത് എടായല്ല ഇടിയാണെന്ന്. ഉടനെ മാണിക്കുഞ്ഞിനോട് നവീൻ പറഞ്ഞു, അതെ താനായിട്ടുണ്ടാക്കി വെച്ച പ്രശ്നം താൻ തന്നെ പരിഹരിച്ചാൽ മതി. അങ്ങനെ പറഞ്ഞുകൊണ്ട് നവീൻ നിൽക്കുമ്പോഴേക്കും മോളിക്കുട്ടി ഉടനെ തന്നെ കാറിന് മുന്നിലേക്ക് വന്നു. അതെ, തന്നെ ആരോടോ ഡ്രൈവിംഗ് പഠിപ്പിച്ചത്? റോഡിൽ ഇറങ്ങുമ്പോഴേ ഒരു സാമാന്യ മര്യാദയുണ്ട്. താൻ എന്തിനാടോ എൻ്റെ വഴിക്ക് കുറുകെ വന്ന് നിൽക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഉടനെ മാണിക്കുഞ്ഞ് ദേഷ്യപ്പെട്ടു. അതെ, ഞാൻ എനിക്ക് സൗകര്യമുള്ളത്തോടെ വണ്ടി ഓടിക്കാം. നീ ആരാടി എന്ന് ചോദിച്ച് ദേഷ്യപ്പെടുമ്പോഴേക്കും ഉടനെ മാണിക്കുഞ്ഞിനോട് മോളിക്കുട്ടി പറഞ്ഞു, അതെ അങ്ങനെ ഓടിക്കുന്നത് തൻ്റെ വീടിനകത്തിട്ട് ഓടിച്ചാൽ മതി. റോഡിലിറങ്ങി വണ്ടി ഓടിക്കുമ്പോഴേ അതിൻ്റെതായ മര്യാദ പാലിക്കണം. പിന്നെ തനിക്ക് മര്യാദ അറിയത്തില്ലെങ്കിൽ ഞാൻ പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ, കണ്ടില്ല സാറേ എന്നെ പഠിപ്പിച്ചു തരാമെന്ന്, ഒറ്റ ഒരെണ്ണം കർണം കുറ്റി നോക്കി ഒരെണ്ണം കൊടുക്കട്ടെ സാറേ എന്ന് മാണിക്കുഞ്ഞ് ചോദിക്കുമ്പോഴേക്കും ഉടനെ മോൾക്കുട്ടി പറഞ്ഞു, ആഹാ അത് ശരി, നല്ല അച്ഛനെ പിറന്നാണെങ്കിൽ ധൈര്യം ഉണ്ടെങ്കിൽ അടിക്കടോ. എന്നിട്ടേ ഈ നാട്ടിൽ വന്ന് ഈ നാട്ടിലെ പെൺകുട്ടിയായ എൻ്റെ വണ്ടി തടഞ്ഞു നിർത്തിയിട്ട് എന്നെ നേരെ ബഹളം വെച്ചാലേ താൻ ഇവിടുന്ന് ഈ രണ്ട് കാലിൽ മടങ്ങി പോവില്ല. ഈ നാട്ടുകാരുടെ കയ്യിൽ നിന്നുള്ള സമ്മാനം കൂടി ഏറ്റുവാങ്ങിച്ചിട്ട് പോകേണ്ടി വരും. എന്താടോ തനിക്ക് കാണണോ എന്ന് ചോദിച്ചപ്പോൾ നവീൻ അവിടെ നിന്ന് പറഞ്ഞു, എടോ മാണിക്കുഞ്ഞെ താൻ വെറുതെ പ്രശ്നം ഉണ്ടാക്കാതെ എന്ന് പറഞ്ഞപ്പോൾ ഉടനെ മോളിക്കുട്ടി അരികിലേക്ക് എന്നിട്ട് പറഞ്ഞു, അതെ സാറേ, സാറ് ഡ്രൈവറെ എടുക്കുമ്പോൾ ഒരു വിവരമുള്ള ഒരാളെ എടുത്തുകൂടായിരുന്നോ സാറേ? ഇതുപോലെ ബോധമില്ലാത്തതിനെയൊക്കെയാണോ സാറേ ഡ്രൈവറാക്കുന്നത്? ഇങ്ങനെയുള്ളതിനെയൊക്കെ ഡ്രൈവറാക്കി കൂടെ കൊണ്ടു നടന്നാലേ ഇയാൾ മാത്രമല്ല സാറിനും കൂടി ഇയാൾ തല്ല് വാങ്ങിച്ചു തരും. അങ്ങനെ പറഞ്ഞതും ഉടനെ മോളിക്കുട്ടി മാണിക്കുഞ്ഞിൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, അതെ സാറിന് വിവരമുണ്ട്, തനിക്ക് ഒട്ടും ഇല്ലാത്തത്. അതെ എന്തായാലും എന്നെ എടിപൊടി എന്നൊക്കെ വിളിച്ചതിനെ തൽക്കാലം സോറി പറയാതെ ഈ വണ്ടി ഇവിടുന്ന് പോകാൻ ഞാൻ സമ്മതിക്കില്ല. അത് കേട്ടതും നവീൻ പറഞ്ഞു, അതെ പെൺകുട്ടികളെ എടിപൊടി എന്നൊക്കെ വിളിക്കുന്നത് ശരിയായ കാര്യമല്ല. അതിനോട് ഞാൻ യോജിക്കുന്നു. താൻ സോറി പറയണം. ഉടനെ മാപ്പ് എന്ന് പതുക്കെ മാണിക്കുഞ്ഞ് പറഞ്ഞതും എന്തോ കേട്ടില്ല എന്ന് പറഞ്ഞതും മാപ്പ് എന്ന് ഉറക്കെ മാണിക്കുഞ്ഞ് ശബ്ദമുയർത്തി പറഞ്ഞു. ഉടനെ നവീനെ നോക്കിയിട്ട് മോളിക്കുട്ടി ചോദിച്ചു, അല്ല നിങ്ങൾ ഈ നാട്ടിലുള്ളതല്ലല്ലോ, ഇവിടെ എങ്ങും കണ്ട് പരിചയമില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ, ഞങ്ങളിവിടെ ഒരു പ്രോപ്പർട്ടി നോക്കാനായിട്ട് വന്നതാണ്. ഓ അത് ഒരു അനിയൻ സാറിൻ്റെ എന്ന് പറഞ്ഞു. അത് ശരി, അനിയൻ സാറിൻ്റെ പ്രോപ്പർട്ടി നോക്കാൻ എത്തിയതാണോ? അത് നിങ്ങളാ? എന്നാൽ എൻ്റെ വണ്ടിക്ക് പിന്നാലെ പോന്നാൽ മതി. ഞാനേ അനിയൻ സാറിൻ്റെ അടുത്തേക്കാണ് പോകുന്നത് എന്ന് മോളിക്കുട്ടി അറിയിച്ചു. ഉടനെ നവീൻ പറഞ്ഞു, അത് കൊള്ളാലോ, എന്നാൽ മണിക്കുഞ്ഞെ വണ്ടി എടുത്തോളൂ എന്ന് പറഞ്ഞപ്പോൾ മാണിക്കുഞ്ഞ് ദേഷ്യത്തോടെ മോളിക്കുട്ടിയെ നോക്കുന്നതുകൊണ്ട് കണ്ടില്ലേ ഉണ്ടക്കണ്ണൻ്റെ നോട്ടം, വണ്ടി എടുത്തോണ്ട് വാടോ എന്ന് പറഞ്ഞ് വേഗം മോളിക്കുട്ടി ഓട്ടോയിലേക്ക് കയറി. മാണിക്കുഞ്ഞ് ആകെ നാണക്കെട്ട് പതിയെ വന്ന് ഡോറ് തുറന്ന് വണ്ടിയിലേക്ക് കയറിയതും നവീൻ ചോദിച്ചു, ഇപ്പോൾ സമാധാനമായല്ലോ, വാങ്ങിച്ച് കിട്ടിയതല്ലേ, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ മര്യാദയ്ക്ക് പോകാൻ എന്ന് പറഞ്ഞപ്പോഴേക്കും ഉടനെ മാണിക്കുഞ്ഞ് പറഞ്ഞു, ഓ കണ്ടില്ലേ, ഓ അവളുടെ അഹങ്കാരം, അപ്പോൾ അനിയൻ സാറ് അതിനേക്കാളും വലിയ തരികിടയായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ നവീൻ പറഞ്ഞു, അതെ കിട്ടേണ്ടത് കിട്ടിയല്ലോ, ഇനി എന്തായാലും മര്യാദയ്ക്ക് താൻ വണ്ടി എടുത്തോ എന്ന് പറഞ്ഞപ്പോൾ നവീൻ ചോദിച്ചു, അതെ ഇപ്പോൾ വയറ് നിറച്ച് കിട്ടിയല്ലോ അല്ലേ, ഇനി എന്തായാലും മര്യാദയ്ക്ക് വണ്ടി ഓടിച്ചു, അതാ നല്ലത്. ഓ ഇനി അവളുടെ ഓട്ടോയ്ക്ക് പിന്നാലെ പോകണല്ലേ സാറേ എന്ന് ചോദിച്ചതും പതുക്കെ താൻ വണ്ടി എടുത്തോണ്ട് പോകാൻ നോക്ക് എന്ന് പറഞ്ഞ് നവീൻ മാണിക്കുഞ്ഞിനോട് വണ്ടി എടുക്കാനായിട്ട് അറിയിച്ചു. മാണിക്കുഞ്ഞ് ആകെ ദേഷ്യത്തോടെ മോളിക്കുട്ടിയെ ഫോളോ ചെയ്ത് വരണല്ലോ എന്ന് ഓർത്ത ദേഷ്യത്തിൽ വണ്ടിയുമായിട്ട് പുറപ്പെട്ടു. അപ്പോഴാണ് അനിയൻ സാറിൻ്റെ അടുത്തേക്ക് കൃഷ്ണ എത്തിയത്. സാറേ എന്ന് കൊണ്ട് വിളിച്ചതും, ആ മോളെത്തിയോ? മോളെ മോളിക്കുട്ടി എവിടെ എന്ന് ചോദിച്ചതും, അല്ല മോളിക്കുട്ടി ഇങ്ങ് എത്തിയില്ലേ, ഇങ്ങോട്ട് വന്നേക്കാമെന്നാണല്ലോ എന്നോട് പറഞ്ഞത് എന്ന് കൃഷ്ണ അറിയിച്ചു. അതെ മോളൊരു കാര്യം ചെയ്യേ, അവർ വരുമ്പോഴേ മോള് വേണം എല്ലാ കാര്യങ്ങളും നോക്കാനായിട്ട്, കേട്ടല്ലോ, എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല, ഞാൻ ഇവിടെ ഇങ്ങനെ നിൽക്കുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പറയും ഈ അനിയൻ സാറ് വലിയ ബിസിനസ്സുകാരനാണെന്ന്, കാശുണ്ടാക്കാൻ മിടുക്കനാണെന്ന്. അതുപോലെ തന്നെ കാശ് കളയാനും ഞാൻ മിടുക്കൻ തന്നെയാ. അതാ മോളെ എനിക്കിതൊന്നും വലിയ പരിചയമില്ലാത്തതുകൊണ്ടാ മോളോട് ഞാൻ പറയുന്നത് എന്നറിയിച്ചു. അതെന്താ സാറേ ഞാനത് ഏറ്റു എന്ന് കൃഷ്ണ ഉറപ്പ് നൽകിയപ്പോഴേക്കും മോളിക്കുട്ടി ഓട്ടോയുമായി അവിടേക്ക് എത്തി. മോളിക്കുട്ടി വണ്ടി അങ്ങ് ഒതുക്കിയപ്പോൾ മോളിക്കുട്ടിയുടെ തൊട്ട് പിന്നാലെ ഒരു കാറ് വന്നു. ആ കാറ് വന്ന് നിർത്തിയതും ആകെ സംശയമായി കൃഷ്ണയ്ക്ക്. കാറ് നിർത്തി ഡ്രൈവർ സൈഡിലെ സീറ്റ് ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയ മാണിക്കുഞ്ഞിനെ കണ്ടതോടെ കൃഷ്ണ ഞെട്ടി. ഇത് മാണിക്കുഞ്ഞ് നവീനുമാണോ വന്നിരിക്കുന്നതെന്ന് ഓർത്ത് കൃഷ്ണ വേഗം തന്നെ മുഖം തിരിച്ചതും നവീൻ അപ്പോഴേക്കും സൈഡ് ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. നവീനെ കണ്ടതോടെ കൃഷ്ണ ആകെ ഞെട്ടലിലായി. നവീൻ ആ ചുറ്റുപാടും എല്ലാം ഒന്ന് നോക്കി ഇങ്ങനെ പുഞ്ചിരിയോടെ നിൽക്കുമ്പോഴേക്കും കൃഷ്ണ വേഗം തന്നെ അവരുടെ കണ്ണിൽ പെടാതെ തൊട്ടടുത്തുള്ള ഒരു
മാടക്കടയുടെ സൈഡിലേക്ക് പോയി നിന്നു. അനിയൻ സാറ് നവീനെ കണ്ടതും വലിയ സന്തോഷത്തോടെ കൈ ഉയർത്തി. മോളിക്കുട്ടിയും സന്തോഷത്തോടെ അവരുടെ അരികിലേക്ക് വരുമ്പോൾ കൃഷ്ണയെ നോക്കിയപ്പോൾ അവിടെ എങ്ങും കൃഷ്ണയെ കാണാതായതുകൊണ്ട് മോളിക്കുട്ടി മൊത്തത്തിലൊന്ന് പരതി. അപ്പോഴേക്കും അനിയൻ സാറിൻ്റെ അടുത്തെത്തി നവീൻ പരിചയപ്പെട്ടു. നവീനും മാണിക്കുഞ്ഞും അവരുടെ പരിചയം പുതുക്കുമ്പോൾ കൃഷ്ണയെ ചുറ്റുപാടും നോക്കിയിട്ട് കാണാത്തതുകൊണ്ട് മോളിക്കുട്ടി നോക്കുമ്പോൾ കൃഷ്ണ അപ്പുറത്ത് മാറി അവിടെ നിന്ന് എത്തി ഒഴിഞ്ഞ് നോക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഇതെന്താ കൃഷ്ണ ഇങ്ങനെ നോക്കുന്നതെന്നുള്ള സംശയത്തിൽ മോളിക്കുട്ടി വേഗം കൃഷ്ണയുടെ അരികിലേക്ക് ചെന്നു. മാണിക്കുഞ്ഞും നവീനും അനിയൻ സാറിനെ പരിചയപ്പെട്ടു. ഈ റോഡിലേക്ക് അല്ലെങ്കിൽ ഈ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എത്ര ശാന്തതയാണ് ഇവിടെ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും അനിയൻ സാറ് പറഞ്ഞു, നാട്ടിൽ അങ്ങനെയല്ല, സിറ്റിയിൽ എല്ലാവർക്കും തിരക്കല്ലേ, ഒരാൾക്ക് ഒരാളുടെ വിശേഷങ്ങൾ ചോദിക്കാനോ ഒന്ന് കാണാനോ പോലും സംസാരിക്കാനോ പോലും സമയമില്ല. എന്നാൽ നാട്ടിൻപുറത്ത് അതല്ല, ഇവിടെ ധാരാളം സമയമുണ്ട്, എല്ലാവർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായവും വിശേഷവും അന്വേഷിക്കലും ഒക്കെയുണ്ട് എന്ന് കൃഷ്ണയുടെ കൃഷ്ണയെക്കുറിച്ചൊക്കെ മറന്ന് അനിയൻ സാറിന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ സംസാരമൊക്കെ അങ്ങനെ ശ്രദ്ധിച്ച് നോക്കി നിൽക്കുന്ന കൃഷ്ണയുടെ അരികിലേക്ക് പിന്നിൽ വന്ന് മോൾക്കുട്ടി വിളിച്ചു. മോൾക്കുട്ടി വന്ന് തട്ടിയതും കൃഷ്ണ ഞെട്ടലോടെ തിരിഞ്ഞു നോക്കിയപ്പോഴേക്കും, കൃഷ്ണ നീ എന്താ ഇവിടെ വന്നിങ്ങനെ ഒളിച്ച് മാറി നിൽക്കുന്നത്, അവർ വന്നല്ലോ എന്ന് പറഞ്ഞു. അതെ, ഞാൻ അങ്ങോട്ടില്ല, നീയേ അവരെ കൊണ്ടുപോയി പ്രോപ്പർട്ടിയൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്ക് എന്ന് പറഞ്ഞു. അതെങ്ങനെ ശരിയാവും, അനിയൻ സാറ് പറഞ്ഞു നിന്നോട് അതെല്ലാം ചെയ്യണമെന്നല്ലേ, സാറെല്ലാം നിന്നെയല്ലേ ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോഴേക്കും കൃഷ്ണൻ പറഞ്ഞു, ഞാനിപ്പോൾ അങ്ങോട്ട് വന്നാൽ ശരിയാവില്ല, എന്നെ അവരെ കാണാൻ പാടില്ല എന്ന് പറഞ്ഞു. അവർ വേറെ ഏതോ നാട്ടിൽ നിന്ന് വന്നതല്ലേ, അവരെ നിന്നെ കണ്ട എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. അവർക്ക് എന്നെ അറിയാം എന്ന് പറഞ്ഞു. അല്ല, അവരാരാ എന്ന് ചോദിച്ചതോടെ കൃഷ്ണ തൻ്റെ കഴുത്തിൽ കിടന്ന ആ താലിയെടുത്ത് മോളിക്കുട്ടിയെ കാണിച്ചു. അയ്യോ, അപ്പോൾ അതാണോ നവീൻ എന്ന് അതിശയത്തോടെ മോളിക്കുട്ടി അന്വേഷിച്ചു. കൃഷ്ണ ആ താലി കാണിച്ചിട്ട് ഇതാണ് ആ നിൽക്കുന്ന ആളെന്ന് കാണിച്ചപ്പോഴേക്കും ആകെ അതിശയമായി മോളിക്കുട്ടിക്ക്. അയ്യോ, അതാണോ അപ്പോൾ ഈ നവീൻ എന്ന് പറയുന്ന ആള് എന്ന് ചോദിച്ചപ്പോൾ, അതെ, അവരെന്നെ കണ്ടാലേ ആകെ പ്രശ്നവും എല്ലാം കുഴപ്പമാവും, അതുകൊണ്ടേ ഞാൻ പോവുക. നവീനെ ഒരു കാരണവശാലും എന്നെ കാണാൻ പാടില്ല, അതുകൊണ്ടല്ലേ ഞങ്ങൾ ആ നാട് വിട്ട് ഇവിടേക്ക് പോകുന്നത്, എന്നെ കണ്ട ഈ നാടും വിട്ട് പോകേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോൾ ഉടനെ മോളിക്കുട്ടി പറഞ്ഞു, എന്നാലിത് വലിയ അതിശയമായി പോയല്ലോ, നിന്റെ പിന്നാലെ തന്നെ കൃത്യമായിട്ട് അവരിവിടെ എത്തിയല്ലോ എന്ന് പറഞ്ഞതും മോളിക്കുട്ടിയോട് കൃഷ്ണ പറഞ്ഞു, അതെ, ഞാൻ വീട്ടിലേക്ക് പോവാ, നീ എങ്ങനെയെങ്കിലും അനിൽ സാറിനെ കാര്യം പറഞ്ഞൊന്ന് മനസ്സിലാക്കണേ, ഞാനേ അത്യാവശ്യം ഉണ്ടായതുകൊണ്ട് ഞാൻ പോയെന്നങ്ങ് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് കൃഷ്ണ വേഗം അവിടെ തന്നെ ഓടി രക്ഷപ്പെട്ടു. ഈ സമയത്ത് മോളിക്കുട്ടി എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ ടെൻഷനോടെ അങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോഴേക്കും മോളിക്കുട്ടി അടുത്തേക്ക് വന്നപ്പോൾ അനിൽ സാർ ചോദിച്ചു, അല്ല കൃഷ്ണമോൾ എവിടെ, ഇത്ര നേരം എൻ്റെ കൂടെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, മോളെ കാണുന്നില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ, അതെ, പെട്ടെന്ന് അവൾക്കെന്തോ അത്യാവശ്യം വന്ന് വീട്ടിൽ നിന്ന് ഫോൺ ചെയ്തു, അതുകൊണ്ട് അവൾ അങ്ങോട്ട് പോയിരിക്കുക എന്ന് പറഞ്ഞു. അത് നല്ല പരിപാടിയായി, ഫോൺ വന്നതും പോയതൊന്നും ഞാൻ അറിഞ്ഞില്ല, എന്തായാലും മോളിക്കുട്ടി വേഗം ചെന്നിട്ട് കൃഷ്ണമോളെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് പോവാം, അതാ നല്ലത്, എന്നിട്ട് നമുക്ക് പ്രോപ്പർട്ടി പോയി കാണാം എന്ന് പറഞ്ഞു. അപ്പോഴേക്കും നവീൻ നോക്കിയപ്പോഴേക്കും അനിൽ സാർ പറഞ്ഞു, അതെ, കൃഷ്ണയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തതേ, അതുകൊണ്ട് കൃഷ്ണമോള് വന്നാലേ കാര്യങ്ങളൊക്കെ ഓക്കെ ആവുള്ളൂ, നമുക്കേ അതുവരത്തേക്ക് ഒരു ചായ കുടിച്ചിട്ട് വരാം, നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യുന്നതിന് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചതും, ഏയ് ഇല്ല സാറേ എന്ന് നവീൻ അറിയിച്ചു. എന്നാൽ ശരി, നമുക്കൊരു ചായ കുടിക്കാമെന്ന് പറഞ്ഞ് അവർ വേഗം അവിടെ അടുത്തുള്ള ചായക്കടയിലേക്ക് പോയി. ഇങ്ങനെ താൻ രക്ഷപ്പെടുമെന്ന് ഓർത്ത് മോളിക്കുട്ടിയാകെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴേക്കും കൃഷ്ണയുടെ അടുത്തേക്ക് മോളിക്കുട്ടി എത്തി. കൃഷ്ണേ, നീ ഇവിടെ വന്നിട്ട് കാര്യമില്ല, വേഗം വന്നേ, അനിയൻ സാറേ ആ പ്രോപ്പർട്ടി കാണിക്കാൻ പോലും തയ്യാറാവുന്നില്ല, നീ വരാതെ ഒരു കാര്യം നടക്കില്ലെന്നാണ് പറയുന്നത്. അപ്പോഴേക്കും കൃഷ്ണ പറഞ്ഞു, ഏയ് പറ്റില്ല, ഞാൻ വരില്ല, അമ്മയാണെങ്കിൽ ഇവിടെ ഇല്ല, ഞാൻ അമ്മയെ കൊണ്ട് എങ്ങോട്ടെങ്കിലും പോയെന്നൊന്ന് പറഞ്ഞാൽ മതി, അനിയൻ സാറ് തന്നെ കൊണ്ടുപോയി കാണിച്ചോട്ടെ, നിനക്കും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ മോളിക്കുട്ടി പറഞ്ഞു, എൻ്റെ കൃഷ്ണേ, നീയല്ലേ ആ പ്രോപ്പർട്ടിയുടെ സൈഡെല്ലാം അതിരുകളൊക്കെ കൃത്യമായിട്ട് വീഡിയോ എടുത്ത് കൊടുത്തത്, അതുകൊണ്ട് നിനക്കല്ലേ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ അറിയൂ, സാറാണെങ്കിൽ നീ വരാതെ ഈ ഒരു ബിസിനസ് നടത്തില്ല എന്നുള്ള രീതിയിലാണ്. അപ്പോഴേക്കും കൃഷ്ണ പറഞ്ഞു, ഷോ, നവീനും മാണിക്കുഞ്ഞോ വരുന്നെങ്കിൽ ഞാനേ തീർച്ചയായിട്ടും ഈ കച്ചവടം മുടക്കിയേനെ, ഷോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന് ഓർത്ത് കൃഷ്ണ ആകെ ടെൻഷനല്ലേ. അപ്പോഴേക്കും അനിയൻ സാറ് കൃഷ്ണയെ വിളിച്ചു. കോള് വന്നു, ദേ അനിയൻ സാറാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ, എടുത്ത് നീ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോ എന്ന് പറഞ്ഞു.
കോളെടുത്തോടെ അനീൻ സാർ ചോദിച്ചു, മോള് കൃഷ്ണേ, മോളിത് എവിടെയാ? എത്ര നേരമായി ഇവിടെ കാത്തു നിൽക്കുന്നു? അവരിവിടെ വന്നപ്പോൾ മോള് പെട്ടെന്ന് അങ്ങ് പോയത്. അമ്മയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. അല്ല സാറേ, പെട്ടെന്ന് ഒരു അത്യാവശ്യം വന്നു, അതുകൊണ്ടാണ് ഈ പോകുന്നത്. കുറച്ച് തിരക്കായി പോയി. സാർ എന്തായാലും ഒരു കാര്യം ചെയ്യേ, അവരെ ഒന്ന് പ്രോപ്പർട്ടി ഒന്നുകൊണ്ടേ കാണിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഏയ് അതൊന്നും പറ്റില്ല, മോളില്ലാതെ ഇതൊന്നും പറ്റില്ല. ഞാനേ ഇവരോട് തിരിച്ചു പോയിക്കോളാൻ പറഞ്ഞോളാം, അല്ലാതെ ഒരു കാര്യവും നടക്കില്ല എന്ന് അനീൻ സാറ് നിർബന്ധം പിടിച്ചു. ഉടനെ കൃഷ്ണ പറഞ്ഞു, സാറേ ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞു. മോളോട് ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മോളാ നോക്കിയത്, അതുകൊണ്ട് മോള് തന്നെ വേണം, ഇല്ലാതെ ഞാനില്ല എന്ന് പറഞ്ഞപ്പോൾ വേഗം മോൾക്കുട്ടി ഫോൺ മേടിച്ചു. സാറേ ഞാനാ മോളിക്കുട്ടി എന്ന് പറഞ്ഞതും, മോളിക്കുട്ടി എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. സാറേ, സാർ ഒരു കാര്യം ചെയ്യ്, അവരും കൂട്ടി പ്രോപ്പർട്ടിയുടെ അടുത്തേക്ക് പോയിക്കൂ, ഞാനേ കൃഷ്ണയും കൊണ്ട് അങ്ങോട്ട് വന്നോളാം എന്ന് പറഞ്ഞു. സത്യമാണല്ലോ അല്ലേ എന്ന് ചോദിച്ചു. ഞാൻ അവരെ കൊണ്ട് പോവാണേ എന്ന് ചോദിച്ചതും, ഞാനല്ലേ പറയുന്നത് സാറേ, മോളിക്കുട്ടി ഒരു വാക്ക് പറഞ്ഞ വാക്കാ, തീർച്ചയായിട്ടും കൃഷ്ണയായിട്ട് ഞാൻ അവിടെ വരും. അങ്ങനെ പറഞ്ഞ് ഫോൺ വെച്ചതും കൃഷ്ണ ദേഷ്യപ്പെട്ടു. മോളിക്കുട്ടി നീ എന്താ ഈ പറയുന്നത്? ഞാൻ അങ്ങോട്ട് വരില്ല, അവരുടെ മുന്നിലേക്ക് എന്തായാലും വരില്ല എന്ന് പറഞ്ഞപ്പോൾ മോളിക്കുട്ടി ചോദിച്ചു, അതെ അവർ നിന്നെ കണ്ടാലല്ലേ പ്രശ്നമുള്ളൂ, നിന്നെ അവർ കാണാതെ തിരിച്ചറിയാതിരുന്നാൽ പോരെ എന്ന് ചോദിച്ചപ്പം, അതെങ്ങനെ അവർക്ക് എന്നെ മനസ്സിലാകാതെ പോകുന്നത് എങ്ങനെയാ എന്ന് ചോദിച്ചപ്പം, അതിനൊക്കെ ഒരു വഴിയുണ്ട്, നീ വാ, നീ ഒന്ന് സമാധാനപ്പെട് എന്ന് പറഞ്ഞ് കൃഷ്ണനെ വിളിച്ചുകൊണ്ട് മോളിക്കുട്ടി അവിടെ നിന്ന് ഇറങ്ങി. അപ്പോഴേക്കും നവീനുമായി അനിയൻ സാറ് ആ പ്രോപ്പർട്ടിക്ക് അരികിലേക്ക് എത്തി. ഉടനെ മണിക്കുഞ്ഞ് പറഞ്ഞു, സാറേ നമുക്ക് ഈ സ്ഥലം മേടിക്കണമെന്നുണ്ടോ സാറേ? ഇത്രയേറെ പ്രശ്നങ്ങളായില്ലേ സാറേ? ആ പെങ്കൊച്ച് തന്നെ കണ്ടില്ലേ, അവളുടെ സ്വഭാവം തന്നെയല്ലേ, ഇങ്ങനെ ഒരു അഹങ്കാരിയായ പെണ്ണെ ഞാൻ വേറെ കണ്ടിട്ടില്ല. അവൾക്ക് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഈ മാണിക്കുഞ്ഞ് ആരാണെന്ന് എന്ന് പറഞ്ഞ് മാണിക്കുഞ്ഞ് ആകെ ദേഷ്യപ്പെട്ടു. ഉടനെ നവീൻ പറഞ്ഞു, അതെ ഇനി കൂടുതൽ പ്രശ്നമൊന്നും താൻ ഉണ്ടാക്കാൻ നിൽക്കണ്ട, മര്യാദയ്ക്ക് താൻ വണ്ടി എടുക്കാൻ നോക്ക്. അനിയൻ സാറിൻ്റെ കൂടെ ചെല്ലാനല്ലേ പറഞ്ഞത് എന്ന് ചോദിച്ചിരുന്നു. ഓ എൻ്റെ സാറേ, അയ്യോ ഇത് വലിയ പ്രശ്നമല്ലേ, എനിക്ക് ആ പെങ്കൊച്ചിനോട് സംസാരിക്കുന്ന പോലും ഒട്ടും ഇഷ്ടമില്ല, സാർ വാ എന്ന് പറഞ്ഞ് വേഗം വണ്ടിയെടുത്ത് അവർ വേഗം മാണിക്കുഞ്ഞിൻ്റെ അനിയൻ സാറിനെ ഫോളോ ചെയ്ത് പോന്നു. അപ്പോഴേക്കും ഗാഥ വല്ലാതെ ദേഷ്യത്തിലായിരുന്നു സിത്താരയുടെ അടുത്ത്. ഓ ഇത്രയും നേരിട്ടും അമ്മയും മോനും ഒന്നും എന്നെ വിളിച്ചില്ലല്ലോ, എത്ര നേരമായി, അവർക്ക് ആർക്കെങ്കിലും എന്നെ ഒന്ന് വിളിച്ചൊന്ന് കാര്യങ്ങൾ അന്വേഷിക്കാമല്ലോ എന്നൊക്കെ ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും ഉടനെ സിനി പറഞ്ഞു, അതെ ഗാഥ മേഡം, ഞാനൊരു കാര്യം പറയാം, ഇപ്പോൾ തൽക്കാലം മേഡം ഒന്ന് താന്നു കൊടുക്കുന്നതാണ് നല്ലത്. മേഡം അങ്ങോട്ടൊന്ന് വിളിച്ച് വിശേഷങ്ങളൊക്കെ ചോദിക്കേ, അപ്പോൾ പിന്നെ അവിടെയുള്ളവരുടെ പിണക്കവും ദേഷ്യമൊക്കെ മാറും. അത് കേട്ടതും ഗാഥ ചോദിച്ചു, അതെ സിനി ചേച്ചിക്ക് വിവാഹം കഴിഞ്ഞിട്ടൊന്നും ഇല്ലല്ലോ, പിന്നെ എങ്ങനെയാ സിനി ചേച്ചിക്ക് ഈ വിവാഹം കഴിഞ്ഞവരുടെ സ്വഭാവങ്ങളും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാവുന്നത് എന്ന് ദേഷ്യത്തോടെ ഗാഥ ചോദിച്ചു. വിവാഹം കഴിഞ്ഞിട്ടില്ല എന്നത് ശരി തന്നെയാ, പക്ഷേ വിവാഹം കഴിഞ്ഞവരുടെ അവരുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചും അവരുടെ അനുഭവ കഥകളും ഒക്കെ ഞാൻ അവർ പറഞ്ഞ് കേട്ടിട്ടും കണ്ടിട്ടുമുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാ എന്ന് സിനി പറഞ്ഞപ്പോൾ സിതാര പറഞ്ഞു, അതെ സിനി പറഞ്ഞത് ശരി തന്നെയാ, ഇപ്പോൾ ഇങ്ങനെ വാശി പിടിച്ച് ഇവിടെ വീട്ടിൽ ഇരിക്കുകയല്ല ചെയ്യേണ്ടത്, ഇപ്പോൾ അങ്ങോട്ടൊന്ന് വിളിച്ചു നോക്ക്, അതാ നല്ലത്. മുമ്പ് നവീനെ പ്രണയിച്ചിരുന്ന സമയത്ത് നവീൻ്റെ മുഖം ഒന്ന് മാറിക്കഴിഞ്ഞാൽ അന്ന് ആകെ ഒരു അകൽച്ച തോന്നിയാൽ അപ്പോൾ നവീൻ എന്തോ ടെൻഷനാണെന്നും എന്തോ പ്രശ്നമുണ്ടെന്നും പറഞ്ഞ് നീ ഇവിടെ പ്രശ്നം ഉണ്ടാക്കാറുണ്ടല്ലോ, അതുകൊണ്ട് ഒന്ന് വിളിച്ചു നോക്ക് നവീനെ, അതാ നല്ലത് എന്ന് സിത്താര പറഞ്ഞു. ഒടുവിൽ ഗാഥ സിത്താരയുടെ വാക്കനുസരിച്ച് നവീനെ വിളിക്കുന്നു. നവീൻ കോള് വരുന്ന കണ്ടിട്ടും കോൾ അറ്റൻഡ് ചെയ്യാതിരുന്നു. അപ്പോഴേക്കും ഗാഥ ദേഷ്യത്തോടെ സിത്താരയോട് പറഞ്ഞു, കണ്ടില്ലേ മമ്മി, ഇത്രയും നേരിട്ടും ഫോൺ എടുക്കുന്നില്ല, കണ്ടോ ഞാനാ വിളിക്കുന്നത് എന്നിട്ട് മനഃപൂർവ്വം എടുക്കാത്ത എന്ന് പറഞ്ഞപ്പോൾ സിത്താര പറഞ്ഞു, മോളെ നീയാ വിളിക്കുന്നതെന്ന് നവീൻ അറിയുന്നുണ്ടാവില്ല, ചിലപ്പോൾ ഫോൺ സൈലന്റിലോ മറ്റോ ആയിരിക്കും, അതുകൊണ്ടാവും, നീ ഒന്നുകൂടെ വിളിച്ചു നോക്ക് എന്ന് പറഞ്ഞപ്പോൾ ഗാഥയുടെ കോള് വരുന്നതുകൊണ്ട് നവീൻ വേഗം ഫോൺ സ്വിച്ച് ഓഫ് കട്ട് ചെയ്ത് കളഞ്ഞു. അത് കണ്ടതും ഗാഥ പറഞ്ഞു, കണ്ടില്ലേ മമ്മി, ഇപ്പോൾ ഞാൻ വീണ്ടും വിളിച്ചപ്പോൾ കോള് കട്ട് ചെയ്ത് കളഞ്ഞത് എന്ന് പറഞ്ഞതും ഗാഥയോട് സിത്താര പറഞ്ഞു, എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് മീറ്റിങ്ങിലോ മറ്റോ ആയിരിക്കും അവിടെ, ഞാനും അതുപോലെ എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനൊരു കോള് വന്നാൽ ഞാനും അത് കട്ട് ചെയ്ത് കളയുക ചെയ്ത്, നീ വിളിച്ച പോലും അത് തന്നെയാണ് ഗാഥമോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്, ഇതൊക്കെ നിന്റെ വെറും തോന്നലും വല്ലാത്ത എടുത്തുചാട്ടം കൊണ്ട് സംഭവിക്കുന്നതാണ്, നീയായിട്ട് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ നിൽക്കുന്നതാണ് നല്ലത്, വെറുതെ ഇനിയും നവീനുമായിട്ട് വഴക്കുണ്ടാക്കാതിരിക്കുന്ന പറഞ്ഞപ്പോൾ നവീനോട് മാണിക്കുഞ്ഞ് ചോദിച്ചു, സാറേ ഗാഥമേടാണോ വിളിച്ചത്? അതെ, വെറുതെ എന്തിനാ വിളിച്ചിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തൽക്കാലം ഞാൻ കോൾ എടുക്കാത്തതാ എന്നറിയിച്ചു. അങ്ങനെ പറഞ്ഞിട്ട് പിന്നീട് നമുക്ക് വിളിക്കാമല്ലോ ഇവിടുന്ന് തിരിച്ചു പോകുമ്പോഴാണെങ്കിലും എന്ന് പറഞ്ഞപ്പോൾ അതെന്തായാലും നന്നായി സാർ എന്നറിയിച്ചു. ഉടനെ മാണിക്കുഞ്ഞ് അങ്ങനെ പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചതും ഈ സമയം
അനിയൻ സാറ് കാറ് കൊണ്ടുവന്ന് അവിടെ സൈഡിലായി പാർക്ക് ചെയ്തു. അപ്പോഴേക്കും അനിയൻ സാറിൻ്റെ തൊട്ട് പിന്നാലെ വന്ന നവീനും തൻ്റെ കാറ് മാറ്റി പാർക്ക് ചെയ്യുന്നു. എന്നിട്ട് രണ്ടുപേരും കൂടി ആ പ്രോപ്പർട്ടി കാണുവാനായി അപ്പുറത്തേക്ക് മാറി. നേരെ ആ പ്രോപ്പർട്ടിക്ക് അരികിലേക്ക് എത്തിയിട്ട് അനിയൻ സാറ് പറഞ്ഞു, ദാ ഇതാണ് എൻ്റെ പ്രോപ്പർട്ടി. എങ്ങനെയാ, നിങ്ങൾക്ക് സൈഡൊക്കെ പോയി നോക്കാം, അവിടെയെല്ലാം അതിരുകളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. നവീൻ വളരെ സന്തോഷത്തോടെ ആ സ്ഥലത്തേക്കൊക്കെ നോക്കുമ്പോൾ മണിക്കുഞ്ഞ് പറഞ്ഞു, സാറേ സ്ഥലമൊക്കെ കൊള്ളാം, പക്ഷേ നാട്ടിൻപുറത്തേക്കാളും വലിയ ചതിയന്മാരാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് കാശിൻ്റെ കാര്യത്തിലേ സാറ് കൃത്യമായിട്ട് ഒന്ന് നോക്കിയിട്ട് വേണം. ഇപ്പോൾ സിറ്റിയിലുള്ളവരെക്കാളും ചതിയന്മാരാ ഈ നാട്ടിൻപുറത്ത് എന്ന് പറഞ്ഞു. ഉടനെ നവീൻ മണിക്കുഞ്ഞോട് പറഞ്ഞു, താനൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഉടനെ നവീൻ്റെയും മണിക്കുഞ്ഞിൻ്റെ സംസാരം കേട്ടിട്ട് അനിൽ സാർ ചോദിച്ചു, എന്തു പറ്റി രണ്ടുപേരും തമ്മിലുള്ള ഡിസ്കഷൻ എന്ന് ചോദിച്ചപ്പോൾ, അത് പിന്നെ ഓഫീസിലെ കാര്യം സംസാരിച്ച സാറേ എന്നറിയിച്ചു. എന്നാൽ നിങ്ങൾ കൃത്യമായിട്ട് പറമ്പൊക്കെ പോയി നോക്കിയോ എന്ന് പറഞ്ഞു. താൻ വാടോ എന്ന് പറഞ്ഞ് നവീനും മാണിക്കുഞ്ഞും കൂടി സ്ഥലം നോക്കാനായിട്ട് പോയി. ഈ സമയം മോൾക്കുട്ടിയുടെ ഫോണിലേക്ക് വീണ്ടും അനിയൻ സാർ വിളിച്ചു. കോള് വന്നതും ഉടനെ തന്നെ കൃഷ്ണയും മോളിക്കുട്ടിയും കൂടി ഓട്ടോ വന്നിറങ്ങി. ഓട്ടോ വന്നിറങ്ങിയ കൃഷ്ണ പെട്ടെന്ന് ഒരു ക്യാപ്പൊക്കെ വെച്ച് മുഖത്തൊരു മാസ്കും വെച്ച് ഒരു ഓവർകോട്ടും ഒക്കെ ഇട്ടിട്ടായിരുന്നു കൃഷ്ണയെ അവിടേക്ക് കൃത്യസമയത്ത് മോളിക്കുട്ടി കൂട്ടിക്കൊണ്ടു വന്നത്. അവർ വന്നിറങ്ങിയതും ഉടനെ അനിയൻ സാറിന് കൃഷ്ണയെ മനസ്സിലായില്ല. ആ മോളിക്കുട്ടി വന്നോ? മോളിക്കുട്ടി അതാരാ എന്ന് ചോദിച്ചു. ഉടനെ മോളിക്കുട്ടി പറഞ്ഞു, അതെ, നിന്നെ ഈ കോലത്തിൽ കണ്ടാൽ ആരും മനസ്സിലാവുകയില്ല, അത് തീർച്ചയാ. കണ്ടില്ലേ, ഇപ്പോൾ അനിയൻ സാറിന് പോലും നീ ആരാണെന്നുള്ള കാര്യം ബോധ്യമായിട്ടില്ല എന്ന് പറഞ്ഞു. എന്നാലും എനിക്ക് പേടിയുണ്ട് മോളിക്കുട്ടി എന്ന് പറഞ്ഞപ്പോൾ, നീ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് കൃഷ്ണയെ പിടിച്ചു വരച്ചുകൊണ്ട് മോളിക്കുട്ടി അനിയൻ സാറിൻ്റെ അടുത്തേക്ക് കൊണ്ടു നിർത്തി. അപ്പോഴേക്കും അനിയൻ സാറ് ചോദിച്ചു, മോളിക്കുട്ടി കൃഷ്ണയെ കണ്ടില്ലല്ലോ, അല്ല ഇതാരായി വന്നിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും, കൃഷ്ണമോൾ എവിടെ എന്ന് ചോദിച്ചു. സാറേ ഇതല്ലേ കൃഷ്ണ എന്ന് പറഞ്ഞു. ഇതാരാ ഇതെന്താ ഇങ്ങനെ എന്ന് ചോദിച്ച് പെട്ടെന്ന് കൃഷ്ണയെ അടിമുടി ഒന്ന് നോക്കി. അപ്പോഴേക്കും മോളിക്കുട്ടി പറഞ്ഞു, അത് പിന്നെ സാറേ, പെട്ടെന്ന് കൃഷ്ണ വീട്ടിലേക്ക് പോയതേ നമുക്ക് വല്ലാത്ത തലവേദന തോന്നി, അതിന് മരുന്നെടുക്കാൻ വേണ്ടി പോയതാ. മരുന്നേ വീട്ടിലായിരുന്നു, അതെടുക്കാനായിട്ടാണ് പോയത്, അതാ അങ്ങനെ പറ്റിയത്. ഇപ്പോൾ തലവേദന ഉള്ളതുകൊണ്ട് വെയിലടിക്കാതിരിക്കാനാണ് ക്യാപ്പ് വാങ്ങിച്ച് തലയിൽ വെച്ചേക്കുന്നത്. പിന്നെ ഈ ഓവർകോട്ടൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് എന്തെങ്കിലും അസ്വസ്ഥതയോ മറ്റോ ഉണ്ടെങ്കിൽ അതൊക്കെ നോക്കിയാവുമല്ലോ. അങ്ങനെ ഉടനെ കൃഷ്ണയെ പറമ്പിലേക്ക് കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞ് മോളിക്കുട്ടിയോട് പറഞ്ഞിട്ട് വേഗം അനിയൻ സാറ് നവീൻ്റെ അടുത്തേക്ക് പോയി. ആള് വന്നു കേട്ടോ എന്ന് പറഞ്ഞ് അനിയൻ സാറ് പോകുമ്പോഴേക്കും നവീൻ വേഗം പിന്തിരിഞ്ഞ് നോക്കി. മോളിക്കുട്ടിയോട് ഇതിനിടയ്ക്ക് അനിയൻ സാറ് ചോദിച്ചു, അല്ല മോള് വീട്ടിലേക്ക് എന്താ അത്യാവശ്യ കാര്യം എന്ന് പറഞ്ഞാണല്ലോ പോയത്, തലവേദനയാണെന്നുള്ള കാര്യം പറഞ്ഞില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ മോളിക്കുട്ടി പറഞ്ഞു, അയ്യോ സാറേ, ഞാനാ വീട്ടിൽ പോയിട്ട് അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞത്, സാറ് തിരക്കിനിടയിൽ കേട്ടപ്പോൾ അങ്ങനെ തോന്നിയതാ എന്ന് പറഞ്ഞു മോളിക്കുട്ടി തൽക്കാലം തടി തപ്പുന്ന രീതിയിൽ സംസാരിച്ചു. അങ്ങനെ കൃഷ്ണ നവീൻ്റെ അടുത്തേക്ക് ആ പ്രോപ്പർട്ടിയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായി അനിയൻ സാറ് പറഞ്ഞ അനുസരിച്ച് നവീൻ്റെ അരികിലേക്ക് കൃഷ്ണ ചെല്ലുന്നു.